മലങ്കരയുടെ ജെറുസലേം എന്നറിയപ്പെടുന്ന നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി AD 54 വിശുദ്ധ തോമാസ് ലീഹയാൽ സ്ഥാപിതമായ ഈ പള്ളിയുടെ ചരിത്രത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇന്നും പ്രതിധ്വനിച്ചു നിൽക്കുന്നു. പരിശുദ്ധനായ തോമസ് ലീഹയുടെ പാദസ്പർശനത്താൽ പരിപാലനമാക്കപ്പെട്ട പുണ്യഭൂമിയാണ് നിരണം. തോമസ് ലീഹ AD 52 കേരളത്തിൽ വരികയും തോമത്തുകടവിൽ വായിക്കപ്പലിൽ വന്നിറങ്ങി നിരണം പ്രദേശത്ത് വന്ന് AD 54 നിരണം പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. പരിശുദ്ധനായ തോമസ് ലീഹ സ്ഥാപിച്ചിട്ടുള്ള ഈ ദേവാലയം പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ നാമത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ദേവാലയം ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണത്തിന് കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് നിരണപ്പള്ളി. 2-ാം മാർത്തോമ, 5-ാം മാർത്തോമ, 6-ാം മാർത്തോമ എന്നീ പിതാക്കന്മാർ ഇവിടെ താമസിച്ചുകൊണ്ടാണ് മലങ്കര സഭയുടെ ഭരണം നിർവഹണം നടത്തിയിരുന്നത്. 2-ാം മാർത്തോമയും 5-ാം മാർത്തോമയും ഇവിടെയാണ് കബറടങ്ങിയിരിക്കുന്നത്. തോമസ് ലീഹ സ്ഥാപിക്കപ്പെട്ട ദേവാലയം 4 പ്രാവശ്യം പുതുക്കി പണിയപ്പെടുകയുണ്ടായി. 1912 ഫെബ്രുവരി മാസം 14-ാം തീയതി പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയിലാണ് ഈ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ദേവാലയം കൂദാശ ചെയ്യപ്പെടുന്നത്. 1912 സെപ്റ്റംബർ 15 മലങ്കരയിലെ ആധുനിക സ്ഥാപനം നടന്നിട്ടുള്ളതും ഈ ദേവാലയത്തിൽ വെച്ചാണ്. ഈ ദേവാലയത്തിൽ നിരവധി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗങ്ങൾ നടന്നിട്ടുള്ളതാണ്. ബദനിയിലെ അലക്സിയോസ് മാർ ദേവദാസ് തിരുമേനി ഈ ഇടവകാംഗമായിരുന്നു. പരിശുദ്ധനായ കരുവിൽ തിരുമേനി നിരണത്ത് താമസിച്ചാണ് നിരണം ഭദ്രാസനത്തിന്റെ ഭരണ നിർവഹണം നടത്തിയിരുന്നത്. പരിശുദ്ധ പിതാവ് താമസിച്ചിരുന്ന കിടക്കമുറി ഇന്നും ഇവിടെ അതേപോലെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തോമസ് ലീഹയുടെ തിരുശേഷിപ്പ് വെച്ചിട്ടുള്ള സ്മൃതി മന്ദിരം ദേവാലയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പരിശുദ്ധ പിതാക്കന്മാരാൽ വാഴ്ത്തപ്പെട്ടിട്ടുള്ള അലങ്കര തൈലം, പുരാതന താഴിക ഗ്രന്ഥങ്ങൾ, ശിലാലിഖിതങ്ങൾ, ശിലാചിത്രങ്ങൾ, പഴയ പാത്രങ്ങൾ, യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കല്ലുകൾ, നിരവധി പുരാതന സാധന സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കൽക്കുരിശ് അനേകരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. പഠനം കൊണ്ടും പ്രശസ്തി കൊണ്ടും അറിയപ്പെടുന്ന പൊന്നിൻ കുരിശ് നിരണപ്പള്ളിയുടെ തിലകക്കുറിയാണ്. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. AD 54 കർത്താവിൻ്റെ ശിഷ്യനായ തോമസ് ലീഹയാൽ സ്ഥാപിതമായ നിരണം വലിയ പള്ളി ഇന്ന് ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായി ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേവാലയമാണ്. ഏകദേശം 1500 ഇടവക അംഗങ്ങൾ ഇപ്പോൾ ഈ ദേവാലയത്തിൽ ഉണ്ട്. സാധാരണ ജീവിതത്തിൽ നിന്ന് കാലവ്യത്യാസത്തിനനുസരിച്ച് സാമൂഹികമായും സാമ്പത്തികമായും ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്നേഹമതികളായ സ്നേഹം വളരെയേറെ വാരിക്കോരിത്തരുന്ന നാടിൻ്റെ ഗ്രാമീണതയുടെയും പൈതൃകം കളയാതെ
നിഷ്കളങ്കമായി ദൈവത്തോടും വൈദികരോടും സഭയോടും കൂറു പുലർത്തുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഇന്ന് ഈ നെരണം പള്ളിയിൽ ഉള്ളത്. സഭയുടെ ചരിത്രത്തിൽ പല വൻകാര്യങ്ങൾക്കും സാന്നിധ്യമരുളുവാൻ ഈ ദേവാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ദേവാലയം സ്ഥാപിച്ച മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും ഡിസംബർ മാസം 16 മുതൽ 21 വരെയുള്ള തീയതികളിൽ ഭക്തിപൂർവം നടത്തപ്പെടും. കൂടാതെ ബഗനാൻ സഹദായുടെ പെരുന്നാൾ ഡിസംബർ മാസം 26-ാം തീയതി നടത്തപ്പെടുന്നുണ്ട്. അതുകൂടാതെ വളരെ പ്രസിദ്ധമായ ദൈവമാതാവിൻ്റെ പെരുന്നാൾ നടത്തപ്പെടുന്നത് സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തീയതികളിലുമാണ്. ഈ ദിവസങ്ങളിലൊക്കെയും വലിയൊരു ജനപ്രവാഹം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയാലും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാലും അനേകരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിന് അനുഭവ സാക്ഷ്യം എനിക്ക് തന്നെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ആ ഒരു പ്രസിദ്ധിയിൽ അനേകർ കേരളത്തിൽ നിന്ന് പുറത്തും കേരളത്തിനകത്തുമായി നാനാദേശത്തുള്ള നാനാജാതി മതസ്ഥരായവർ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാറുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഈ സഭയ്ക്ക് അനുഗ്രഹമായി ഇന്ന് നിലനിൽക്കുന്ന ഈ നെരണം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന നെരണം പള്ളി വളരെ പ്രശസ്തമാണ്. അത് ഏറ്റവും അഭിമാനത്തോടു കൂടി ഈ സഭയിൽ നിലനിൽക്കുകയും ചെയ്യും. നെരണം പള്ളിയോട് ചേർന്ന് വളരെ പ്രസിദ്ധമാണ് പൊന്നിൻ കുരിശ്. ഏകദേശം 10.5 കിലോ തൂക്കം വരുന്നതാണ് പൊന്നിൻ കുരിശ്. പൊന്നിൻ കുരിശിൻ്റെ നടുക്കുള്ള ചുമല നിറത്തിലുള്ള വജ്രം ഒരു ഇരുട്ടുള്ള മുറിയിൽ വച്ചു കഴിഞ്ഞാൽ 500 പേർക്ക് പ്രകാശത്തോടു കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രസിദ്ധിയും ഐതിഹ്യവും ആ പൊന്നിൻ കുരിശിന് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് ഇടവക മെത്രാപ്പൊലീത്തമാർ കാലം ചെയ്യുമ്പോഴും ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാളുകളായ മാർത്തോമാ ശ്ലീഹായുടെയും ദൈവമാതാവിൻ്റെയും പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാസയ്ക്കുമാണ് ഈ പൊന്നിൻ കുരിശ് പുറത്തെടുക്കാറുള്ളൂ. അത് വളരെ അകമ്പടി സുരക്ഷിത വലയത്തോടു കൂടിയാണ് റാസയ്ക്ക് ഈ പൊന്നിൻ കുരിശ് എഴുന്നള്ളിക്കാറും ഉള്ളത്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാളിനും ദൈവമാതാവിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാസയ്ക്കും പരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനിയുടെ കബറിടത്തിൽ നിന്നാണ് ഏകദേശം 10,000 പേരോളം വരുന്ന വലിയൊരു ജനസമൂഹം വളരെ നീണ്ട ഒരു ദൈർഘ്യത്തോടു കൂടിയുള്ള റാസയാണ് പരുമലപ്പള്ളിയിൽ നിന്നും നെരണം പള്ളിയിലേക്ക് വരാറുള്ളത്. അതിനകത്ത് നാനാജാതി മതസ്ഥര് പങ്കെടുക്കാറും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ കപ്പലിൽ വന്നു എന്ന് പറയപ്പെടുന്ന തോമത്ത് കടവ് ഇന്ന് ഓരോ നാളും വളരെയേറെ പ്രസിദ്ധമായിക്കൊണ്ടേയിരിക്കുന്നു. അവിടേക്ക് അനേക തീർത്ഥാടകർ കടന്നു വരുന്നുമുണ്ട്. കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ പല വൻകാര്യങ്ങളും മ്യൂസിയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവിടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു മ്യൂസിയം ഇപ്പോൾ നിലനിൽക്കുന്നതുമുണ്ട്. കൂടാതെ പള്ളിക്കടവിനോട് ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു കടവ് മാർത്തോമാ ശ്ലീഹ വന്നപ്പോൾ ആദിമ ക്രിസ്ത്യാനികളെ സ്ഥാനമുക്കി എന്ന ഐതിഹ്യത്തോടുകൂടി ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു കൽപ്പടവും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു. അതും ഇപ്പോൾ വളരെ മനോഹരമാക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ദേവാലയത്തിൽ വളരെ പ്രാധാന്യം കൊണ്ടാടുന്ന ഒരു ദിനമാണ് പുതുഞാറാഴ്ച. അന്നേ ദിവസം ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളും, കുഞ്ഞുകുട്ടികൾ, ആബാലവൃദ്ധ ജനങ്ങൾ ഉൾപ്പെടെ തോമത്ത് കടവിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് വിശ്വാസ പ്രഖ്യാപന റാലി ദേവാലയത്തിലേക്ക് കാൽനടയായിട്ട് നടത്തപ്പെടാറുമുണ്ട്. ഓരോ നാളും ഈ ദേവാലയവും അതിനോടനുബന്ധിച്ച കാര്യങ്ങളിലും ആധുനിക കാലഘട്ടത്തിനൊത്തവണ്ണം വളരെയേറെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദേവാലയത്തിൽ ഒരു മലയാളം മീഡിയം ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നു. കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് ഒരു CBSE സ്കൂള് പണി ആരംഭിച്ചു. അത് ഇന്ന് ഏകദേശം 9 ക്ലാസ്സോളം ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു 3 കോടി രൂപ മുടക്കി വലിയൊരു സ്കൂൾ സമുച്ചയം പണിയുവാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു. അതിലിടവകയിലെ എല്ലാ ജനങ്ങളും ആത്മാർത്ഥതയോടെ സഹകരിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിന് ഏകദേശം 5 ചാപ്പലുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്.
ഒന്നിടെ ഇടവിട്ടുള്ള ഞായറാഴ്ചകളിൽ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ഏകദേശം 15 കിലോമീറ്റർ ചുറ്റളവ് കൂടാതെ തിരുവനന്തപുരം മുതൽ കൊച്ചി, എറണാകുളം വരെയുള്ള ദേശങ്ങളിലായിട്ട് ഈ ഇടവകയിലെ അംഗങ്ങൾ ഓരോരുത്തരും സ്ഥിതി ചെയ്യുന്നുമുണ്ട്. അവിടെയെല്ലാം ആത്മീയ കാര്യങ്ങളിൽ വളരെ ഭംഗിയായിട്ട് നേതൃത്വം കൊടുക്കുകയും സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വൈദികരോടും സഭയോടും വളരെ ആത്മാർത്ഥതയോടെ സ്നേഹവും ഭക്തിയും ഊറും പ്രകടിപ്പിക്കുന്ന ഒരു ജനസമൂഹമാണ് ഈ ദേവാലയത്തിലുള്ളത്. അവർ സഭയുടെ അഭിമാനങ്ങളാണ്. ഈ ദേവാലയവും ഈ സമൂഹത്തിനും ഈ സഭയ്ക്കും എന്നും അഭിമാനമായിട്ട് നിലനിൽക്കുകയും ഇത്രത്തോളം ഭംഗിയായി നടത്തിയ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയം സ്ഥാപിച്ച മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് മൈലാപ്പൂരിൽ നിന്ന് വലിയൊരു വാഹന അകമ്പടിയോടുകൂടി ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും മാത്യൂസ് ദിദിയൻ കാതോലിക്ക ബാബായുടെ കാർമ്മികത്വത്തിൽ ഈ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് അനേകർ വന്ന് അവിടെ പ്രാർത്ഥിക്കുകയും അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആധുനിക കാലഘട്ടത്തിനൊത്തവണ്ണം വളരെയേറെ സാഹചര്യത്തിനൊത്തവണ്ണം ഈ ദേവാലയം വളരുന്നു, വളർത്തുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും. AD 54 മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ നെരണം പള്ളിയും ഇടവക ജനങ്ങളും പരിശുദ്ധ കാതോലിക്ക ബാബയോടും സഭയോടും എന്നെന്നും ഭക്തിയും കൂറും ഉള്ളവരാണ്. അത് എന്നെന്നും നിലനിർത്തുകയും ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യും.